മലപ്പുറത്ത് പലപ്പോഴും ലീഗ് ഏകപക്ഷീയമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വലിയ മത്സരം കാഴ്ചവെക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അവിടെയൊക്കെ ആ സ്വതന്ത്ര പരീക്ഷണം LDF വിജയിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വേങ്ങര ലീഗിൻ്റെ അങ്ങനെ ഏകപക്ഷീയമായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അവിടെ സഭാ കുണ്ടുപുഴക്കൽ ഇത്തവണ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ഇപ്പോൾ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ മറ്റൊരു വാർത്ത വരികയാണ്. ഇവിടെ നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്ന PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുകയാണ്. അദ്ദേഹം വേങ്ങരയ്ക്ക് ഇല്ലയെന്നാണ് പറയുന്നത്. എന്താ തോന്നുന്നു? UDFിന് ആരെ സ്ഥാനാർത്ഥിയാക്കാമല്ലോ, അത് അവരെ ഓരോ ചോയ്സ് അല്ലേ, നമ്മളത് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ദീർഘകാലം ഇവിടെ നിന്ന ഒരാളാണ്, എന്തുകൊണ്ട് മലപ്പുറത്തേക്ക് മാറി എന്നുള്ളൊരു താങ്കൾ ഇവിടെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും PK കുഞ്ഞാലിക്കുട്ടി എതിരാളിയായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുണ്ട്. അത് കുഞ്ഞാലി സാഹിബ് ആണല്ലോ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കൽ. കുഞ്ഞാലി സാഹിബ് ആണല്ലോ, അത് വിചാരിച്ചിട്ട് തന്നെയാണ് നിന്നിട്ട്. അത് സംശയമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേങ്ങര മണ്ഡലം? നാടാണ് എൻ്റെ നാട്ടിലാണ് ഞാൻ മത്സരിക്കാൻ എനിക്ക് ഏറ്റവും നല്ലത്. കാരണം നമ്മളെ നാട്ടുകാർ, നമ്മളായിട്ട് ബന്ധമുള്ള, ഞാൻ പഠിച്ച സ്കൂള് എല്ലാം ഇവിടെ തന്നെ അല്ലേ. അവിടെ മത്സരിക്കാൻ ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗിൻ്റെ അത്രയും കരുത്തനായ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു ലക്ഷ്യമുണ്ടാകും. സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ ജയിക്കുക എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ എന്ത് ലക്ഷ്യമുണ്ട്? ജയിക്കുക തന്നെയല്ലോ, ജയം തന്നെയാണ് നമ്മൾ ഉദ്ദേശം. അല്ലാതെ ഇലക്ഷനിൽ നമ്മൾ മത്സരിക്കുമ്പോൾ ഒരു തോൽക്കുക എന്ന് പറഞ്ഞിട്ട് ആരും നിൽക്കലില്ലല്ലോ. ഇത് മത്സരിക്കാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ്, പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലം, പിടിച്ചെടുക്കാവുന്ന മണ്ഡലം തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അനുകൂല ഘടകം കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നോക്കിയാൽ നിങ്ങൾ ഏകദേശം 40,000 വോട്ട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലും ഒരു 11,000 വോട്ട് ഞാൻ സ്വതന്ത്രമായിട്ട് നിന്നല്ലോ. അന്ന് ആ 11,000 വോട്ടും കിട്ടിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിനൊരു അടിത്തറയുണ്ട്. പ്ലസ് സഭാ കുണ്ടുപുഴക്കൽ വ്യക്തിപരമായി കിട്ടുന്ന വോട്ടുകൾ കൂടി കിട്ടിയാൽ വേങ്ങര പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം. ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകത ഇപ്പോഴത്തെ എന്താ പറഞ്ഞാൽ വികസനങ്ങളുടെ ഒരു പെരുമഴ ഉണ്ടല്ലോ. ശ്രദ്ധിച്ചില്ല നിങ്ങൾ, ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ റോഡാണ്. ഇപ്പോൾ നിങ്ങൾ വന്നത് ഇതിലല്ലേ വന്നത്, ഈ ഹൈവേ കാണുന്നില്ല നിങ്ങൾ. ഈ വികസനം എന്തുകൊണ്ടാണ് വന്നത്? പൂട്ടിക്കെട്ടിപ്പോയ വികസനം വന്നത് ഇടതുപക്ഷത്തിൻ്റെ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുമ്പോഴാണ് വന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വേങ്ങരയിൽ ഉണ്ടാവും. സ്റ്റിൽ ഞാൻ ഏത് സമയവും വേങ്ങരയിൽ ഉണ്ടാവും. സഭാ സ്ക്വയറിലുണ്ട്. എൻ്റെ ഓഫീസ് അവിടെ തന്നെയാണ്. ഞാൻ അവിടെ തന്നെ കുറേ ആളുകൾ നമ്മളെ കാണാൻ വരുന്നുണ്ട്. അവരുടെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇനിയും നമ്മളവിടെ തന്നെ ഉണ്ടാവും. ഏതായാലും വേങ്ങരയിൽ തളച്ചിടാൻ PK കുഞ്ഞാലിക്കുട്ടി ആഗ്രഹിക്കാത്തതുകൊണ്ട് അദ്ദേഹം മലപ്പുറത്തേക്ക് പോകുന്നു എന്നുള്ളതും പറയപ്പെടുന്നു. ഏതായാലും സഭാ കുണ്ടുപുഴക്കിൽ വലിയ തോതിലുള്ള പ്രചരണ പരിപാടികൾ വേങ്ങരയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മൊത്തത്തിൽ മലപ്പുറം ജില്ലയിൽ സജീവമായി കഴിയുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.